എറണാകുളം കളമശ്ശേരിയിൽ അപകടത്തിൽപ്പെട്ട ബുള്ളറ്റ് ടാങ്കറിലെ വാതക ചോർച്ച പരിഹരിച്ചു. വാതക ചോർച്ച പൂർണ്ണമായും അടച്ച ടാങ്കർ ലോറി ഉയർത്തി മറ്റൊരു എഞ്ചിൻ ക്യാബിൻ ഘടിപ്പിച്ച് ടാങ്കർ മാറ്റുകയായിരുന്നു. കളമശ്ശേരി TVS ജംഗ്ഷനിൽ ഇന്നലെ രാത്രി 11 മണിക്കായിരുന്നു അപകടം. BPCL നിന്ന് ഗുജറാത്തിലേക്ക് ലിക്വിഡ് പ്രൊപ്പലിൻ കൊണ്ടുപോയ ബുള്ളറ്റ് ടാങ്കറായിരുന്നു അപകടത്തിൽപ്പെട്ടത്. HMT ജംഗ്ഷനിൽ നിന്ന് വന്ന് ആലുവ ഭാഗത്തേക്ക് പോകാനായി TVS ജംഗ്ഷനിൽ തിരിഞ്ഞപ്പോൾ നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു. ലിക്വിഡ് പ്രൊപ്പലിൻ ചോർന്നിട്ടില്ലെന്നായിരുന്നു കരുതിയത്. പുലർച്ചെ 5 മണിയോടെ ബുള്ളറ്റ് ടാങ്കർ ഉയർത്തി. ടാങ്കർ ഉയർത്തിയപ്പോൾ ചോർച്ച കണ്ടെത്തുകയായിരുന്നു. പോലീസും ഫയർഫോഴ്സ് സംഘവും ഉടൻ സ്ഥലത്തെത്തി. മറ്റൊരു ടാങ്കർ എത്തിച്ച് മറഞ്ഞ ബുള്ളറ്റ് ടാങ്കറിൽ നിന്ന് ലിക്വിഡ് പ്രൊപ്പലിൻ അതിലേക്ക് മാറ്റാനായിരുന്നു നീക്കം. എന്നാൽ തിരക്കേറിയ റോഡിൽ നിന്ന് വാതകം പകർത്തുന്നത് അപകട സാധ്യത വർദ്ധിപ്പിക്കുമെന്ന വിലയിരുത്തൽ മറ്റൊരു എഞ്ചിൻ ക്യാബിൻ കൊണ്ടുവന്ന് 8 മണിയോടെ ടാങ്കർ കൊണ്ടുപോയി. കളമശ്ശേരിയിലെ വാതക ടാങ്കർ അപകടത്തിൽ അന്വേഷണത്തിലേക്ക് കടക്കുകയാണ് BPCL. ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ് യൂണിറ്റ് പരിശോധിക്കും. സുരക്ഷാ വീഴ്ച ഉണ്ടായോ എന്നാണ് പരിശോധിക്കുക. 20 ടൺ വാതകം റോഡിലൂടെ കൊണ്ടുപോകുമ്പോൾ വേണ്ട നടപടികൾ പാലിച്ചോ എന്നും പരിശോധിക്കുന്നുണ്ട്. ജനം, കൊച്ചി.